കുറഞ്ഞ കാലം മതി. ഒരു കറുത്ത ഒരു അടിമ, കറുകറുത്ത ഒരു അടിമ ഒരു കൂട്ടം ആട്ടിൻ പറ്റങ്ങളെ മരുഭൂമിയിൽ മേച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സൈന്യവുമായി സ്വഹാബികളുമായി ഒരു യാത്രയിലാണ് പോകുന്നത്. ആ പോകുന്ന പോക്കിൽ നബി തങ്ങളെ കാണുമ്പോൾ തങ്ങൾക്ക് വല്ലാത്തൊരു ശോഭയുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഖം, നബി തങ്ങളുടെ നെറ്റിത്തടം നല്ല വീതിയുള്ള നെറ്റിത്തടമാണ്. ഹബീബിന്റെ നെറ്റിയിൽ വെളിച്ചമുണ്ടായിരുന്നു. ഹബീബിന്റെ മുഖം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുമ്പോൾ ബദ്റുത്തമാം, പരിപൂർണ ചന്ദ്രൻ ഉദിച്ചിരിക്കുന്നുവോ എന്ന് ഹബീബിനെ കാണുമ്പോൾ തോന്നുമായിരുന്നു. ആ കറുത്ത അടിമ ചോദിച്ചു, ആരാണിത്? സ്വഹാബികൾ പറഞ്ഞു, റസൂലുള്ളാഹ്, അല്ലാഹു നമുക്ക് നിയോഗിച്ച ദൂതനാണിത്. നിങ്ങൾ എവിടേക്കാ പോകുന്നത്? ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഒരേ ഒരുത്തനാണ്. ഈ മുഹമ്മദ് നബി ലോകാവസാനം വരാനുള്ള സർവ്വ മനുഷ്യർക്കുമുള്ള പ്രവാചകനാണ്. ഈ നബിക്ക് മുമ്പും പ്രവാചകന്മാർ ലക്ഷക്കണക്കിന് വന്നുപോയിട്ടുണ്ട്. ആ നബിക്കൊരു ഖുർആൻ അല്ലാഹു നൽകിയിട്ടുണ്ട്. അത് റബ്ബിന്റെ വചനമാണ്, മനുഷ്യന്റെ വാക്കുകളല്ല. അത് ലോകാവസാനം വരെ ആരാർക്കും തിരുത്താൻ കഴിയാതെ സത്യമായി നിലനിൽക്കുക തന്നെ ചെയ്യും. അതെയോ, എനിക്ക് മുസ്ലിം ആവണം, എനിക്കത് ഇഷ്ടപ്പെടുന്നു. ഒരാളാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവെന്ന്, അതെല്ലാം കഴിവുന്ന, എല്ലാം അറിയുന്ന ഖദീറായ, സമീആയ, ബസീറായ, ഖയ്യൂമായ അല്ലാഹുവാണ്. വളരെ പെട്ടെന്ന് തൗഹീദിന് അങ്ങനെ പ്രത്യേകതയുണ്ട്. തൗഹീദിന്റെ വെളിച്ചം കൽബിൽ കടന്നാൽ പിന്നെ ആർക്കും ഊതിക്കെടുത്താൻ കഴിയില്ല, ആരെക്കൊണ്ടും ഊതിക്കെടുത്താൻ കഴിയില്ല. ആ വെളിച്ചമൊന്ന് കത്തിക്കിട്ടണം. ആ വെളിച്ചം ഹൃദയത്തിലേക്ക് കത്തിയതാണ് കുടിഞ്ഞിയിൽ ഷഹീദായ ഫൈസലിന്റെ അനുഭവത്തിൽ നമ്മൾ കണ്ടത്. ആ വെളിച്ചമാണ് ഹാദിയ എന്ന പെൺകുട്ടിയുടെ ഹൃദയത്തിൽ ജ്വലിച്ചു നിൽക്കുന്നത്. അത് കെടാതെ അല്ലാഹു അവരെ പോലെ സത്യം മനസ്സിലാക്കി വന്ന ഒരുപാട് നിഷ്കളങ്കരായ ആളുകൾ, അവർക്ക് എന്ത് കിട്ടാൻ മുസ്ലിമീങ്ങളുടെ അരികത്ത് വന്നിട്ട് നമ്മൾ പൈസ കൊടുക്കും അവർക്ക്? നമ്മൾ ആരെങ്കിലും മുസ്ലിമീങ്ങളിൽ നിന്ന് മറ്റു മതങ്ങളിലേക്ക് പോയ ആളുകളുടെ പിന്നാലെ നമ്മൾ പോവാറുണ്ടോ? ഇല്ല. നിങ്ങൾ മുസ്ലിമാകുന്നത് നിങ്ങൾക്ക് വേണ്ടി, അത് അവിശ്വസിച്ചാൽ അതിന്റെ പരിണതഫലം നിങ്ങൾക്ക്. എന്നാൽ ഈ വെളിച്ചം കൽബിലെങ്ങാനും തെളിഞ്ഞു വന്നാൽ ഒരാൾക്കും അത് ഊതിക്കെടുത്തുക സാധ്യമല്ല. ആ മനുഷ്യൻ ചോദിച്ചു, എനിക്ക് മുസ്ലിമാവാൻ പറ്റുമോ? ദാ അല്ലാഹുവിന്റെ റസൂൽ എവിടെ? നീ ഒന്ന് ചെന്നു നോക്ക്. മുത്തുനബിയുടെ മുമ്പിൽ ചെന്നിരുന്നു. നബിയെ കണ്ടാൽ തന്നെ വെളിച്ചമാണ്. നബി തങ്ങളെ അവിടുത്തെ സുഹബത്തിന്റെ പ്രത്യേകത അങ്ങനെയാണ്. വകാന യഅതീഹിൽ അറാബിയുൽ ജിൽഫ് ഫകാന യതകല്ലമു ബിൽ ഹിക്മ എന്ന് ജമ്മുൽ ജമാമിഅ പോലെയുള്ള നമ്മുടെ കിതാബുകളിൽ മഹാന്മാരായ സ്വഹാബികളിൽ ഒരു സെക്കൻഡ് നബി തങ്ങളുടെ കൂടെ ചെലവഴിച്ചവർ, ഒരു സെക്കൻഡ് മുസ്ലിമായി ഹബീബിന്റെ സദസ്സിലിരുന്നാൽ അവർ സ്വഹാബിയാണ്. നബിയെ കാണണമെന്നില്ല. കണ്ണു കാണാത്ത സ്വഹാബിമാരുണ്ട്. ആ സദസ്സിലൊന്ന് ഇരുന്നാൽ മതി. ഒരു വിവരവുമില്ലാത്ത ആളുകൾ സെക്കൻഡുകൾ കൊണ്ട് പിന്നെ തത്വജ്ഞാനം പറയുമായിരുന്നു. അതാണ് നബിയുടെ നൂറ്, അതാണ് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കറുത്ത വർഗക്കാരനായ സ്വഹാബി പറഞ്ഞു, ഗുലാമുൻ അസ്വദു എന്നാണ് ഹദീസുകളിലുള്ളത്. ഗുലാമുൻ അസ്വദ്, കറുത്ത വർഗക്കാരനായ ഒരടിമ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നമ്മൾ ജന്മന മുസ്ലിമായ ആളുകൾക്ക് ഈ ഷഹാദത്ത് ചൊല്ലിന്റെ രസം കിട്ടിയിട്ടുണ്ടാവില്ല. ഉമ്മയോ വാപ്പയോ ഒരാൾ മുസ്ലിമാണെങ്കിൽ തന്നെ കുട്ടി ജന്മം കൊണ്ട് മുസ്ലിമാണെന്ന്. രാജ്യത്തിന്റെ നിയമം എന്തോ അത് വേറെ. അള്ളാന്റെ കണക്കിൽ ഉമ്മയോ വാപ്പയോ ഒരാൾ മുസ്ലിമായാൽ മതി, ജനിക്കുന്ന കുഞ്ഞ് മുസ്ലിമാണെന്നാണ്. പക്ഷെ ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്ന നേരത്ത് കലിമ ചൊല്ലുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പൊട്ടിക്കരയും, തേങ്ങിക്കരയും. അതിന്റെ അർത്ഥമങ്ങ് കയറിയാൽ പിടിച്ചാ കിട്ടൂല. എന്തെന്നില്ലാത്തൊരു വല്ലാത്ത ശക്തിയാണത്. നമ്മൾ മുസ്ലിമാവാൻ വേണ്ടിയല്ല കലിമ ചൊല്ലുന്നത്. നമ്മൾ അത്തഹിയാത്തിലും വാങ്കൊടുക്കുമ്പോഴും നമ്മൾ അങ്ങനെ ചൊല്ലിപ്പോകുന്നുണ്ട്. പക്ഷേ ഞാൻ സാക്ഷ്യം വഹിക്കാം. എന്തായി സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ, കണ്ണുകൊണ്ട് കണ്ടതല്ലേ സാക്ഷി പറയാ? കണ്ണുകൊണ്ട് കണ്ടതല്ലേ സാക്ഷി പറയുന്നത്? അപ്പോഴല്ലേ സാക്ഷി. ആരാ സാക്ഷി എന്ന് പറഞ്ഞാൽ, നീ അത് കണ്ടോ കൊലപാതകം? ഞാൻ കണ്ടു.
നീ സാക്ഷിയാ. അല്ല ഏകനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എനിക്ക് അള്ളാഹുവിനെ ഈ ലോകത്ത് കാണാൻ കഴിയുന്ന പോലെ എന്റെ റബ്ബിന്റെ ദൃഷ്ടാന്തമാണ് ഈ സൂര്യനും പ്രപഞ്ചവും, എന്റെ ശ്വാസവും, എന്റെ ശരീരവും, എന്റെ കണ്ണും, എന്റെ കാതും, എന്റെ മക്കളും, എന്റെ ഭാര്യയും, എന്റെ ഉമ്മവാപ്പയും, എന്റെ സഹജീവികളായ മനുഷ്യരും, പക്ഷികളും, ജന്തുക്കളും, പുഴുക്കളും, മത്സ്യവും, ഇതെല്ലാം നക്ഷത്രഗോളം, ഇതെല്ലാം എന്റെ റബ്ബുണ്ടെന്ന് വിളിച്ചു പറയുകയാണ്. എന്റെ റബ്ബിനെ ഞാൻ കണ്ട പോലെ. അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീയല്ലാതെ ആരാധനക്കർഹനായ ആരുമില്ല റബ്ബേ, ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്. വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. صلوا على النبي محمد وآله. اللهم صل